കാര്യങ്ങൾ ഇപ്പോ എനിക്ക് പനി പിടിച്ചിരുന്നാൽ പോലും മഴയത്ത് പച്ചവെള്ളത്തിൽ ഞാൻ കുളിക്കണമെന്ന് പറഞ്ഞ എന്നെ കൊണ്ട് പച്ചവെള്ളത്തിൽ കുളിപ്പിക്കല്, അങ്ങനെ കുറെ കാര്യങ്ങൾ ഇങ്ങനെ പപ്പ പറയുന്നിടത്ത് തന്നെ നിൽക്കണം. അല്ലെങ്കിൽ പപ്പ ഇല്ലാത്ത കാര്യങ്ങൾ എവിടുന്നെങ്കിലും ഒക്കെ ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കുക. നമ്മൾക്ക് പനിയാണ് കുളിക്കേണ്ടതെങ്കിൽ മമ്മി പറഞ്ഞാൽ അതിന്റെ പേര് പ്രശ്നം ഉണ്ടാക്കുക. കൊലപാതകം ഇപ്പൊ നടത്തുന്ന രീതിയിൽ പ്രശ്നം ഉണ്ടാക്കുക. തേപ്പൊട്ടിയുടെ നിങ്ങൾ ഊഹിക്കുന്ന പോലെ തന്നെ ഈ പത്തല് തേപ്പൊട്ടിയുടെ വള്ളിയൊക്കെ വെച്ചിട്ട് അടിച്ചു കഴിഞ്ഞാൽ ഒന്നാമത് മമ്മിക്ക് അത്യാവശ്യം വെളുത്തതാണ്, പെട്ടെന്ന് റെഡാവും, പെട്ടെന്ന് കരിഞ്ഞലച്ച് കിടക്കും. ഇതൊക്കെ ഫുള്ള് ബോഡിയിൽ മൊത്തം ഇങ്ങനെയൊക്കെ ആവും. എന്നിട്ട് മമ്മി ആ സമയത്ത് ഇങ്ങനെ ഒച്ച പോലെ വെക്കില്ല, ഒത്തിപ്പിടിച്ചിട്ട് അപ്പുറം ഇപ്പുറം കടക്കാർ കേൾക്കുമെന്ന് വിചാരിച്ചിട്ട് മിണ്ടാണ്ടിരുന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുക. അതൊക്കെ എനിക്ക് ഓർക്കുമ്പോൾ ഇപ്പോഴും മമ്മിയുടെ ദേഷ്യം. മമ്മിക്കൊക്കെ അന്നേ നല്ലത്. പക്ഷെ മമ്മി കാരണം ഒരിക്കലും ഈ ഒരു വഴക്ക് നിന്നിട്ടില്ല. ഇത് കുറെ നാൾ ഞാൻ വിചാരിച്ചിരുന്നു, ഞാൻ കാരണം ഈ വഴക്കൊക്കെ തീർത്തത്. കുറെ നാൾ ഞാൻ വിചാരിച്ച് ഈ പപ്പയൊക്കെ എല്ലാവരുടെയും വീട്ടിൽ പപ്പമാരൊക്കെ ഇങ്ങനെയായിരിക്കും, അങ്ങനെ അച്ഛന്മാർക്ക് വീട്ടിൽ പിള്ളേരെയും അമ്മമാരെ. എനിക്കും സൈക്കിൾ ചോദിച്ചാ സൈക്കിൾ വേണമെന്ന് പറഞ്ഞാൽ അപ്പ തല്ല്, നല്ല തല്ലൊക്കെ കിട്ടും. കുഞ്ഞിൽ 6 മാസമുള്ള എന്നെ തല്ലിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ തന്നെ ഒക്കെയല്ലോ. ചിലപ്പോൾ മമ്മിയോടുള്ള ദേഷ്യം എന്നെ എടുത്ത് തീർക്കും. പപ്പ സ്വയം ആത്മഹത്യ ചെയ്യാമോ എന്നും പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാക്കും. എന്നിട്ട് കുറെ മറ്റേ എന്താണ് മണ്ണെണ്ണയൊക്കെ കോരി തലവഴി കോരി ഒഴിച്ചിട്ട് വാതിലടച്ചിട്ട് തീ കാണിക്കും. അപ്പോ ഞാനിങ്ങനെ കുഞ്ഞിനെ നോക്കുമ്പോൾ വാതിലിന്റെ അപ്പുറത്ത് തീ ഗോളങ്ങൾ ഇങ്ങനെ വന്നിരിക്കണം. അപ്പൊ നമ്മൾ വെച്ചിരിക്കും പപ്പ മണ്ണെണ്ണ ഒഴിച്ച് ചത്തെന്ന് വെച്ചിരിക്കും. പപ്പ നമ്മളെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് മണ്ണെണ്ണ ഒഴിച്ചിട്ട് മണ്ണെണ്ണയൊക്കെ തൂത്ത് കളഞ്ഞിട്ട് വന്നിട്ട് തീ കാണിച്ച് പേടിപ്പിക്കലൊക്കെയാണ്. ഇങ്ങനെ ഈ പേടിപ്പിക്കുന്ന സംഭവങ്ങളൊക്കെ കിടക്കുകയാണ് ഈ അതുല്യയുടെ ഭർത്താവ് കാണിക്കുന്ന സംഭവങ്ങളായിട്ട് എനിക്ക് ഇതൊരിക്കലും തമാശ അല്ല കേട്ടോ. ആ സമയത്ത് ഞാൻ ഇതൊക്കെ കുഞ്ഞാണ്, ഞാൻ ഇതൊക്കെ പേടിച്ച് 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 കണ്ട് കഴിഞ്ഞൊരു വലിയ കാലഘട്ടമുണ്ട്. അപ്പൊ മമ്മി ഇത് റിയാക്ട് ചെയ്യില്ല. മമ്മി മമ്മി ഒച്ച വെച്ച് കരഞ്ഞിട്ടെങ്കിലും അപ്പുറപ്പുറമുള്ളവരെ അറിയിക്കണ്ടേ, അതുപോലും ചെയ്തില്ല. മമ്മിക്കൊക്കെ വേറെന്തോ അതുപോലത്തെ ചിന്താഗതിയാണ് ഇപ്പോഴത്തെ പെണ്ണുങ്ങൾക്ക്. അവരെ ഞാൻ മന്ദബുദ്ധികളെന്നെ വിളിക്കത്തുള്ളൂ. നമ്മുടെ മേലെ ഒരാൾ വിരല് നീ ആരാടീന്ന് ചോദിച്ചാൽ നീ ഏതവനാടാന്ന് തിരിച്ച് ചോദിക്കാനുള്ള ഗട്സ് കാണിക്കണം. ഇത്രക്കൊക്കെ ഉപദ്രവം കൊണ്ട് നിൽക്കുന്നത് അഭിമാനമല്ല, അത് ആത്മാഭിമാനം ഇല്ലാത്തതാണ്. നമ്മൾ ഇങ്ങോട്ട് എങ്ങനെ ഞാനത് മാറ്റിയെന്ന് പറയുമ്പോൾ മനസ്സിലാവുമല്ലോ. പിന്നെന്താ, പിന്നെ ഇങ്ങനെ എന്താ പറയാ ഫുഡിന്റെ. അപ്പൊ ഞാൻ വിചാരിച്ച എല്ലാവരും ഇങ്ങനത്തെ വീട്ടുകാരാണെന്നൊക്കെ ആദ്യം വിചാരിച്ചോണ്ടിരുന്നു. പക്ഷെ എനിക്ക് മനസ്സിലായി എന്റെ കൂട്ടത്തിലുള്ളവരുടെ വീട്ടിലൊന്നും ഇത്രക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ല. കൂട്ടുകാരികളുടെ വീട്ടിലൊന്നും വലിയ പ്രശ്നമൊന്നും. ഇത് പപ്പയുടെ മാത്രം പ്രശ്നം. പിന്നെയാണ് പപ്പയുടെ റിലേറ്റീവിനുള്ളവരൊക്കെ വീട്ടിൽ വന്നിരുന്ന് കഥകൾ ഇങ്ങനെ പറയും, പഴയ കഥകൾ പറയുമ്പോൾ പപ്പയുടെ പപ്പ ഇതിനേക്കാളും വലിയ ഡൊമസ്റ്റിക് വയലൻസിന്റെ ആളായിരുന്നു. പപ്പയുടെ പപ്പ ഒരു പട്ടാളക്കാരനായിരുന്നു. അപ്പോ പട്ടാളച്ചിട്ട എന്ന് പറഞ്ഞവരതിനെ എന്താ പറയാ ഇങ്ങനെ ന്യായീകരിച്ചു വിടുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. അതൊക്കെ ഞാൻ കുറച്ച് താമസിച്ചാണ് അറിഞ്ഞത്. അതൊക്കെ നേരത്തെ കാലത്ത് അറിഞ്ഞതെങ്കിൽ അപ്പനും കൂടെ കൊടുക്കാനുള്ള കൊടുത്തു വിട്ടിട്ട് വിടുവളായിരുന്നു. അതായത് എന്റെ പപ്പയുടെ അനിയെന്ന് വെച്ചാൽ കുറച്ച് ഇളയതുമാണ്, വയ്യാത്ത ഒരാളായിരുന്നു. എന്റെ ചിറ്റപ്പൻ എന്ന് പറയുന്നത് അതായത് പോളിയോ ബാധിച്ച ആളാണ്. പെടൽ ഇങ്ങനെ മാത്രമേ ഇരിക്കത്തുള്ളൂ. പിന്നെ ഇങ്ങനെ തല ഇങ്ങനെ ആടും. പിന്നെ കൈയും കാലൊക്കെ ശോഷിച്ചതാണ്. നേരെ ചൊവ്വേ നടക്കാൻ പോലും അറിയാത്തതായിരുന്നു എന്റെ പപ്പയുടെ അനിയൻ. പോളിയോ ബാധിച്ച ഒരു സഹോദരനാണ് പപ്പയ്ക്കുണ്ടായിരുന്നത്. ആ ഒരു കൊച്ചിന് ഈ പപ്പയുടെ അമ്മയും പപ്പയുടെ അച്ഛനും കൂടെ വഴക്കിട്ട സമയത്ത് ഈ കൊച്ചെന്ന് വെച്ചാൽ എന്റെ ചിറ്റപ്പനാണ്. പക്ഷെ എന്റെ അച്ഛൻ മരിച്ചുപോയി. അപ്പൊ എനിക്ക് കൊച്ചിനെ വഴി വരുള്ളൂ. അതിന് പപ്പയുടെ വീട്ടിലും പൂര ഡൊമസ്റ്റിക് വയലൻസ് ആയിരുന്നു. അതും ഇതിന്റെ അപ്പുറം മറ്റേ ബെൽറ്റ് കൊണ്ടും ചാട്ടവാറൊക്കെ കൊണ്ടാണ് പപ്പയുടെ പെങ്ങളെയൊക്കെ അടിച്ചോണ്ടിരുന്നത്. അങ്ങനെ ഭയങ്കര ബഹളം. അത് കണ്ടിട്ടെങ്കിലും സ്വന്തം കുടുംബം ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ഉണ്ടാവരുതെന്ന് ചിന്തിക്കാനുള്ള ബോധം പപ്പക്ക് ഉണ്ടായിട്ടില്ല. പപ്പയും ആ ഒരു പാതയിൽ തന്നെ ഇങ്ങോട്ട് വന്നു. എന്നിട്ട് ലാസ്റ്റ് ഈ 2.5 വയസ്സ് ഈ അനിയനുള്ള സമയത്ത് ഒരു വലിയ വഴക്കുണ്ടാക്കിയിട്ട് ഈ അച്ഛൻ, അതായത് എന്റെ അച്ചാച്ചൻ ഈ കൊച്ചിനെ എടുത്ത് 2.5 വയസ്സുള്ള കൊച്ചിനെ എടുത്ത് ചാക്കിനകത്താക്കി കരിയിലൊക്കെ ഇട്ട് മൂടി, എന്നിട്ട് ആ കൊച്ചിനെ കൊല്ലാൻ പോകണമെന്നൊക്കെ പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കി. അന്ന് എന്റെ അച്ചാമ്മ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി. അതായത് അച്ചാച്ചനുമായിട്ട് വഴക്കുണ്ടാക്കിയിട്ട് ഇറങ്ങി. ഇനി ഈ മനുഷ്യന്റെ കൂടെ ഞാൻ നിൽക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി സ്വന്തം വീട്ടിൽ പോയി, കുടുംബ വീട്ടിൽ പോയി താമസിക്കാൻ തുടങ്ങി. അപ്പൊ അന്ന് അച്ചാമ്മൻ എനിക്ക് ഇത്തിരി ഒരു ബഹുമാനം തോന്നുന്നു ആ നിമിഷത്തിൽ. കാരണം സ്വന്തം കൊച്ചു 2.5 വയസ്സുള്ള കൊച്ചു പോളിയോ ബാധിച്ച കൊച്ചിന്റെ നേരെ ഡൊമസ്റ്റിക് വയലൻസ്. അതിനു മുന്നേ അച്ചാമ്മയുടെ അടുത്ത് കാണിച്ചൊക്കെ അച്ചാമ്മ സഹിച്ചിട്ടുണ്ട്. പക്ഷെ ആ കൊച്ചിന്റെ അടുത്ത് കാണിച്ചപ്പോ അച്ചാമ്മ വീട് വിട്ട് ഇറങ്ങി എന്നാണ് കഥ. ആ ഒരു പാരമ്പര്യം പോലെ ഒരു സൈക്കോ അത് എല്ലാവരും പറയുന്നത് പട്ടാളച്ചിട്ടയാണ് അങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞാൻ തിരിച്ചുവിടും. പക്ഷെ പട്ടാളച്ചിട്ട എന്നുള്ളത് സൈക്കോ ആണ്. സൈക്കോ. അന്ന് വർഷങ്ങൾക്ക് മുന്നേ, എത്രയോ വർഷങ്ങൾക്ക് മുന്നേ എന്റെ അച്ചാമ്മയൊക്കെ ഇപ്പൊ മരിച്ചിട്ട് തന്നെ 40-50 വർഷമൊക്കെ ഇരിക്കണം. അന്നത്തെ കാലത്ത് അച്ചാമ്മ
ആ ഒരു തീരുമാനം എടുത്തു. ഈ മനുഷ്യ, അതായത് കുറെയൊക്കെ സഹിച്ചിട്ട് ഒരു 2.5 വയസ്സുള്ള കൊച്ചിനെ നേരെ ഡൊമസ്റ്റിക് വയലൻസ് കാണിച്ചപ്പോ അച്ഛമ്മ ഇറങ്ങി മാറി, സെപ്പറേറ്റ് ആയി. കുറച്ചു കഴിഞ്ഞപ്പോ അച്ഛൻ മരിക്കുകയും ചെയ്തു, അത് വേറെ കഥ. അപ്പൊ ഈ ഡൊമസ്റ്റിക് വയലൻസ് എന്ന് പറയുന്നത് ഇതൊരു പാരമ്പര്യ രോഗം പോലത്തെ ഒരു സൈക്കോ രോഗം തന്നെയാണെന്നാണ് എനിക്ക് ഇവരുടെ രണ്ടുപേരുടെയും കാര്യത്തിൽ നിന്ന് മനസ്സിലായത്. അത് ആണുങ്ങൾ അങ്ങനെയാണ് എന്നൊരു ധാരണയില് പപ്പയും അത് അതിന്റെ അപ്പുറം കാണിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത്. അല്ലെങ്കിൽ സ്നേഹിച്ച് കുടുംബം നിലനിർത്താനല്ല നോക്കുന്നത്, അടിച്ചമർത്തി കുടുംബം നിർത്തുക എന്നൊരു സംഭവം. അങ്ങനെ ഇത് കുറെ ചെറുപ്പത്തിലൊക്കെ ഞാൻ ഇതിങ്ങനെ കണ്ടുകൊണ്ടിരുന്നു. കുറച്ചാൾ കഴിഞ്ഞപ്പോ എനിക്ക് 16, 17, 18 വയസ്സൊക്കെ ആയപ്പോ ഞാൻ കുറെ എന്താ പറയാ, ഞാൻ സത്യത്തിൽ കുറെ വായിക്കും, കുറച്ച് ചിന്തകളൊക്കെ വരാൻ തുടങ്ങി. അപ്പൊ എനിക്ക് മനസ്സിലായി ഇതൊന്നും അല്ല അച്ഛന്മാർ കൊടുക്കേണ്ട സ്നേഹം, അച്ഛന്മാർ ഇങ്ങനെയൊന്നും അല്ല എന്ന് എനിക്ക് മനസ്സിലാകാൻ തുടങ്ങി. ഞാൻ എതിർത്ത് ചിന്തിക്കാൻ തുടങ്ങി, എതിർത്ത് സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ യഥാർത്ഥത്തിൽ ഞാനും കോളേജിലോട്ടൊക്കെ എത്താൻ തുടങ്ങിയപ്പോ മമ്മിയുടെ നേരെയുള്ള പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞ് എന്റെ നേരെ ഈ സെയിം സാധനം റിപ്പീറ്റ് ചെയ്യാൻ തുടങ്ങാൻ ഒരു ടെൻഡൻസി ഒപ്പം കാണിക്കാൻ തുടങ്ങി. അങ്ങനെ പപ്പയ്ക്ക് ചില സമയത്ത് പപ്പ പറഞ്ഞിട്ടുമുണ്ട്, ഇന്ന് ഞാൻ അധികം പഠിപ്പിക്കത്തൊന്നുമില്ല, പഠിപ്പിച്ചിട്ട് നീ ഇവിടെ കിടന്ന് ഷോ എടുക്കാനായിരിക്കും എന്ന് പറയും. അതായത് പപ്പയുടെ ഉള്ളിൽ ചിന്ത എന്ന് വെച്ചാൽ പഠിച്ച് ജോലിയൊക്കെ നേടി ഉയർന്നെങ്ങാനും പോയി കഴിഞ്ഞാൽ പപ്പയ്ക്ക് വിലയൊന്നുമില്ല എന്നൊരു ചിന്തയാണ്. അത് മമ്മിയോ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടില്ല. അങ്ങനെ ജോലി കിട്ടിക്കഴിയുമ്പോൾ ഉടനെ മറ്റുള്ളവരെ എന്താ പറയാ, അത് അവരുടെ ഉള്ളിലെ സൈക്കോ ചിന്തിക്കുന്ന, ഞാനും അതൊന്നും ചിന്തിച്ചിട്ടില്ല. പക്ഷെ എന്റെ നേരെ കുറെ പ്രശ്നങ്ങൾ തുടങ്ങിയ സമയത്ത് എനിക്ക് മനസ്സിലായി ഇത് മമ്മിയുടെ അടുത്ത് കാണിച്ച പോലെ തന്നെ ഉള്ള കുറച്ച് സംഭവങ്ങൾ അടുത്തത് എന്റെ നേരെ. ആരെയും പഠിപ്പിക്കരുത്, അവര് പപ്പയെക്കാളും ഉയർന്നു പോകരുത് എന്നും പപ്പയുടെ നമ്മുടെ അടുത്ത് പറയും. എന്റെ കാൽച്ചൂട്ടി തന്നെ കിടന്നാൽ മതി, പട്ടിയെ പോലെ നിന്നാൽ മതി, കിടന്നാൽ മതി എന്നൊക്കെ സംസാരം എന്റെ അടുത്തോട്ടെ. അങ്ങനെ കുറച്ച് എടുത്തിങ്ങ് വന്ന് ഒരു വട്ടം എടുക്കാൻ സമ്മതിച്ചോളൂ. ഞാൻ വലുതായി എനിക്ക് തിരിച്ചറിവായി കഴിഞ്ഞിട്ട് എന്റെ നേരെ എടുക്കും എന്ന് എനിക്ക് മനസ്സിലായ സമയത്ത് ഞാൻ അതിനോടൊപ്പം കുറച്ചൊക്കെ റെബൽ ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് മനസ്സിലായി അങ്ങനെ എടുപ്പിക്കാൻ ഞാനും മമ്മീനെ പോലെ മിണ്ടാണ്ട് നിന്നാ ശരിയാവത്തില്ല. കൊടുക്കാനുള്ളത് അങ്ങനെ മിണ്ടാണ്ടിരുന്ന, ഒരു വട്ടം മിണ്ടാണ്ടിരുന്ന പിന്നെ ജീവിതകാലം മൊത്തം മിണ്ടാണ്ടിരിക്കേണ്ടി വരും, അല്ലെങ്കിൽ അടിച്ചമർത്തണം നേരിട്ടുകൊണ്ടിരിക്കേണ്ടി വരും. അങ്ങനെ 20 വർഷം, 1 വയസ്സ് മുതൽ തന്നെ 20 വയസ്സ് വരെ ഞാൻ കണ്ടതും പപ്പ കാണിച്ചതുമായിട്ടുള്ള ഡൊമസ്റ്റിക് വയലൻസിനൊക്കെ കൂടുള്ള ഒരു പണി ഒരു 3 മാസം കൊണ്ട് ഞാൻ കൊടുത്തു. അത് വേണമെങ്കിൽ ഇപ്പൊ ആലോചിക്കുമ്പോൾ ഒരു എന്റെ ചില സമയത്ത് കുരുട്ട് ബുദ്ധിയായിരിക്കാം, അല്ലെങ്കിൽ എന്റെ ബുദ്ധിയായിരിക്കാം, അല്ലെങ്കിൽ കുശാഗ്ര ബുദ്ധിയായിരിക്കാം, അല്ലെങ്കിൽ ടോം ആൻഡ് ജെറി സെറ്റപ്പില് എന്തെങ്കിലും ഇങ്ങോട്ട് തന്ന അങ്ങോട്ട് അക്ക അതുപോലെ കൊടുക്കാൻ തുടങ്ങി. അതായത് തിരിച്ച് തല്ലുന്നല്ല പറഞ്ഞത്, ഇങ്ങോട്ടൊരു പണി വരുന്നതിന് മുന്നേ അതിന്റെ മൊത്തം പണി തിരിച്ച് അങ്ങോട്ട് കൊടുത്തേക്കും. അങ്ങനെ ഒരു കുറച്ചൊക്കെ എന്റെ അടുത്ത് ഇങ്ങനെ ശ്രമിച്ചു ഡൊമസ്റ്റിക് വയലൻസ് അങ്ങ് കാണിച്ചു പോയി. പക്ഷെ ഞാനതങ്ങ് തിരിച്ചു കൊടുത്തു. എന്റെ അടുത്ത് എടുക്കാൻ പോണതിന് മുന്നേ പിന്നെ ദൈവം എന്റെ കൂടെയായിരുന്നു എന്ന് തോന്നുന്നു കേട്ടോ. എന്റെ അടുത്ത് എന്ത് കാണിക്കാൻ നിന്നാലും ഓൺ ദ സ്പോട്ടിൽ പപ്പയ്ക്ക് പണി കിട്ടാൻ തുടങ്ങി. ഒരു കുഞ്ഞുദാഹരണം പറഞ്ഞ്, എന്റെ കോളേജിൽ ഒരു ഓണം സെലിബ്രേഷൻ വന്ന സമയത്ത് എന്റെ ഡിപ്പാർട്ട്മെന്റിൽ ഒരു പ്രത്യേക പരിപാടി ഉണ്ടായി. അപ്പൊ കുറച്ച് കോളേജില് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിന്റെ മാത്രം ഒരു പരിപാടി നടന്ന സമയത്ത് പപ്പയ്ക്ക് 1 മണിയാകുമ്പോൾ വീട്ടിലെത്തില്ല എന്ന് പറഞ്ഞു. ഫസ്റ്റ് ഇയറിലെ കാര്യം, കോളേജ് ഫസ്റ്റ് ഇയർ മുതൽ തന്നെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമം പപ്പയ്ക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ എന്തുവാ എന്റെ 1 മണിക്ക് വീട്ടിലെത്തിയില്ല. പപ്പയുടെ വിചാരി കോളേജിലോട്ടൊക്കെ പഠിക്കാൻ പോയി കഴിഞ്ഞാൽ പെണ്ണുങ്ങളുടെ വേറെ എന്തോന്നിന് പോകണമെന്നൊക്കെയാണ് വിചാരം എന്ന് തോന്നുന്നു. അതുകൊണ്ട് എന്തോ പ്രശ്നം ഉണ്ടാക്കും. ഇപ്പൊ കവടമടനൊക്കെ ആയിട്ട് നാട്ടിൽ മൊത്തം ഇങ്ങനെ നോക്കി നടക്കുക. ഞാൻ കോളേജിൽ ഡിപ്പാർട്ട്മെന്റും കഴിഞ്ഞ് ഞാനിങ്ങനെ നടന്നു വരുമ്പോ എന്നെ പപ്പ കണ്ടില്ല, പക്ഷെ പപ്പ ആ വേറെ വഴിക്ക് പോയി, ഞാൻ വേറെ വഴിക്ക് വന്നു. അങ്ങനെ ഞാൻ വീട്ടിൽ ഞാൻ ഫസ്റ്റ് എത്തി, പപ്പ പിന്നെ എത്തി. കഴിഞ്ഞിട്ട് പപ്പ വന്ന് ഇന്നും ചോദിക്കണതിന് മുന്നേ കവണമെട്ടിൽ എടുത്തോണ്ട് ഞാൻ എന്തോ വേറെന്തോ പരിപാടിക്ക് പോയെന്ന രീതിയിൽ പപ്പ വരികയും ആ സ്റ്റെപ്പിൽ പപ്പ തന്നെ അടിച്ചമർത്തി തലയും കുത്തി താഴ്ത്തു കിടന്നു. എന്നെ അടിക്കാൻ പറ്റിയില്ല. അപ്പൊ അങ്ങ് ദൈവമായിട്ട് ചില കാര്യങ്ങൾ ചെയ്യുമല്ലോ, അങ്ങനെ എന്നെ അടിച്ചൊന്നുമില്ല. അപ്പൊ അതൊരു തുടക്കമാണ്. ഇങ്ങനെ പഠിച്ച് കോളേജിലോട്ട് എത്തിക്കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമാണ്. കോളേജിലോട്ട് പഠിച്ച് ജോലി കയറി വിട്ട് 10 കാശുണ്ടായി കഴിഞ്ഞാൽ എന്നൊക്കെയുള്ള ഒരു ടെൻഡൻസി കാരണം പപ്പ പല 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 പ്രശ്നങ്ങൾ ഒപ്പിക്കാൻ തുടങ്ങി. ഒരു പ്രശ്നം എന്നെ ബാധിച്ചില്ല, എല്ലാ പ്രശ്നങ്ങളും ഞാൻ തിരിച്ചു കൊടുത്തു. 20 വർഷം പപ്പ വീട്ടില് മറ്റുള്ളവരുടെ ശരീരം നോവുന്നത് എങ്ങനെയെന്ന് അറിയാണ്ട് ഉപദ്രവിച്ചതിന് ഒക്കെ പലിശ സഹിതം ആ വേദന എന്താണെന്നൊക്കെ തിരിച്ചു പപ്പയ്ക്ക് മനസ്സിലാവുന്ന വിധത്തിലുള്ള എല്ലാ പണിയും കുറഞ്ഞ ഒരു 3 മാസം കൊണ്ട് തിരിച്ചു കൊടുത്തു. അങ്ങനെ 3 മാസം കഴിഞ്ഞ് പപ്പക്ക് മനസ്സിലായി മമ്മീനെ അടിച്ചമർത്തിയ പോലെ ഇനി നടക്കത്തില്ല, ഇനി ഒതുങ്ങിയേക്കാം. ഞാൻ എന്തൊക്കെ ചെയ്തു എന്നൊക്കെ പറയാൻ നിന്ന വീഡിയോ കുറെ പോകും. കുറെ കാര്യങ്ങൾ എന്റെ ഒരു സ്വഭാവം അങ്ങനെയാണ്. എനിക്ക് ഇത്രയും ഡൊമസ്റ്റിക് വയലൻസ് കണ്ടത് കൊണ്ട് ഞാൻ വീക്ക് ആയിട്ടില്ല, സ്ട്രോങ് ആയിട്ട് വന്നു. സ്ട്രോങ് ആയിട്ട് വന്നിട്ട് എന്റെ ഒരു ആറ്റിറ്റ്യൂഡ് തന്നെ, എന്റെ നേരെ എന്താടാന്ന് ചോദിച്ച് വല്ലവരും വന്ന എന്റെ നേരെ അനാവശ്യമായിട്ട് എന്റെ പേഴ്സണൽ സ്പേസിലോട്ട് വല്ലവരും വന്ന ഞാൻ തിരിച്ച് വന്നതിന് ഇരട്ടി അങ്ങ് കൊടുത്തിട്ടേ വിടത്തോളൂ.
അതിപ്പോ ആരെന്ന് പറഞ്ഞാലും അങ്ങനെ ഒരു ചെയ്യണം, അല്ലാതെ മിണ്ടാണ്ടിരിക്കരുത് എന്നൊരു ടെൻഡൻസി ഉണ്ട്. അത് ആ ടെൻഡൻസി പെണ്ണുങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അതിനു വേണ്ടിയിട്ടാണ്. അങ്ങനെ പ്രതികരിക്കാൻ അറിയാമല്ലാതെ ഞാൻ കുഞ്ഞിലെ കരഞ്ഞ് കോർണറിൽ പോയി ഇരുന്ന് കരഞ്ഞ് കൂവി പേടിച്ചിരുന്ന പോലെ ഏതെങ്കിലും പെണ്ണുങ്ങളുണ്ടെങ്കിൽ അവര് കാണാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അവര് മനസ്സിലാക്കണം, ഒരിക്കലും ഒരു പെണ്ണിന്റെ നേരെ വരല് കൈ കൊണ്ട് വരുന്നവനൊരു നല്ലവനല്ല. അവനെതിരെ കൊടുക്കാനുള്ളതൊക്കെ കൊടുത്തേക്കണം. ഒരു പ്രാവശ്യം നമ്മൾ അടിച്ചിട്ടുണ്ടെങ്കിൽ ആ അടിയുടെ വില തിരിച്ച് അവർക്ക് മനസ്സിലാക്കിച്ച് കൊടുക്കണം. ബിക്കോസ് ഇങ്ങനെ കാണിക്കുന്നവരെ റെസ്പെക്ട് ചെയ്യേണ്ടതോ സ്നേഹിക്കേണ്ടതോ ഒരു ആവശ്യമില്ല. അവർക്ക് നമ്മളെ സ്നേഹിക്കാനോ ബഹുമാനിക്കാനോ കഴിവില്ല. അവർ നമ്മളെ ദ്രോഹിച്ചുകൊണ്ട് അവരെന്തോ അവരുടെ എന്താ പറയാ ആത്മസംതൃപ്തി നേടുന്നു. ആ ആത്മസംതൃപ്തിക്ക് ഇട്ടുകൊടുക്കാനുള്ളതല്ല നമ്മുടെ ലൈഫ്. കൊടുക്കാൻ പറ്റുന്ന എന്താണോ, നമ്മുടെ ഉള്ളിലൊരു ദുർഗയുണ്ട്, നമ്മുടെ ഉള്ളിലൊരു ഭദ്രക. നമ്മൾ എന്താ പറയാ, നമ്മളുടെ ദൈവസങ്കല്പത്തിൽ തന്നെ സരസ്വതി വിനയത്തോട് കൂടി നിൽക്കുന്നത്. നമ്മുടെ നേരം സ്നേഹത്തോടും വിനയത്തോടും കൂടി നിൽക്കുന്ന ഒരാളോട് നമ്മൾ സ്നേഹത്തോടും വിനയത്തോടും കൂടി തിരിച്ചേക്കണം. അങ്ങനെ ഒരു ഭർത്താവാണ് എനിക്കിപ്പോ ദൈവാനുഗ്രഹത്തില് എന്തെന്നൊക്കെ പറഞ്ഞാൽ ഇത്രയും ഡൊമസ്റ്റിക് വയലൻസ് കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് കിട്ടിയ ചേട്ടൻ, എന്റെ പാർട്ട്ണറായിട്ട് കിട്ടിയിട്ടുള്ള എന്റെ ചേട്ടൻ എന്താ പറയാ എല്ലാ ലെവലിലും എന്നെ മനസ്സിലാക്കിയും പറ്റുന്നതും, എനിക്കൊരു ദേഷ്യം വന്നാൽ മനസ്സിലാക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു പറഞ്ഞു വരുമ്പോൾ പുള്ളി അതിനേക്കാൾ വലിയൊരു എന്താ പറയാ നല്ല പുറമെ ചെറുപ്പത്തിലൊക്കെ നല്ല ഇരിക്കാരനൊക്കെ ആയിരുന്നു. പക്ഷെ ഒരിക്കലും ഒരു പെണ്ണിനെ അടിച്ചമർത്തി ഒതുക്കാമെന്നൊരു ചിന്തയൊന്നുമില്ല. അഥവാ എന്തെങ്കിലും ഒരു പ്രശ്നമൊക്കെ ഉണ്ടാണെങ്കിൽ അത് തിരുത്തേണ്ട പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമല്ല, ഇല്ലാത്ത പ്രശ്നങ്ങൾ ഇപ്പൊ ഞാൻ കുറച്ച് പക്വതക്കുറവ് എന്തെങ്കിലും കാണിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ എന്താ പറയാ മാക്സിമം പോയി ചെറിയൊരു ശ്വാസിക്കുന്നില്ല, അത്രക്കൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞെങ്കിലായി. അല്ലാണ്ട് ഒരു പ്രശ്നമില്ലാത്ത ഈ കറിക്കകത്ത് ഉള്ളി ഉണ്ടോ അല്ലെങ്കിൽ വല്ലവർക്കും കണ്ണാടി കൊടുത്തോ അങ്ങനെയൊക്കെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നതാണ് ഡൊമസ്റ്റിക് വയലൻസ്. അങ്ങനത്തെ ഒരു അതിന്റെ ആഗ്രഹം കൂടിയായിരുന്നു എനിക്ക്. അങ്ങനെ വീട്ടിൽ ഡൊമസ്റ്റിക് വയലൻസും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരാളെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ എന്റെ ലൈഫിൽ ഒരാളെ ചൂസ് ചെയ്തത് ഇത്ര അനുഭവങ്ങൾ ഉള്ളത് കൊണ്ട് കൃത്യമായിട്ട് നോക്കി കണ്ടപ്പോൾ തന്നെ എന്നെ സ്നേഹിക്കാൻ പറ്റുന്ന, എന്റെ വ്യക്തിത്വത്തെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാളെയാണ് ചൂസ് ചെയ്തത്. അതൊരു ദൈവാനുഗ്രഹം കൊണ്ടൊരു സൈഡിൽ നല്ലതായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഉർവശി ശാബ് ഉപകാരം എന്ന് പറഞ്ഞതുപോലെ കണ്ട ഡൊമസ്റ്റിക് വയലൻസ് എന്റെ ലൈഫിൽ ഒരു ഉപകാരമായി. കാരണം നോക്കി കണ്ട ആളെ തിരിച്ചറിഞ്ഞ് ഒരാളെ ചൂസ് ചെയ്യാൻ എനിക്ക് പറയാം. അങ്ങനെ ചൂസ് ചെയ്യാൻ പറ്റണം പെണ്ണുങ്ങൾക്ക്. അവർ പുറമെ കുറെ അഭിനയമൊക്കെ നടത്തും, പ്രേമാണെങ്കിലും കുറെ അഭിനയമൊക്കെ നടത്തും, അല്ലെങ്കിൽ കല്യാണം ആലോചിച്ച് വരുമ്പോൾ പെണ്ണ് കാണാൻ വരുമ്പോഴൊക്കെ കുറെ അഭിനയങ്ങളുണ്ട്. ആ അഭിനയത്തിലൊന്നും പോയി തലച്ചു കൊടുക്കരുത്. അവർ നമുക്ക് മനസ്സിലാക്കാൻ കുറച്ച് സമയമൊക്കെ എടുത്ത് കല്യാണം കഴിച്ചാൽ മതി. കല്യാണം കഴിക്കുന്നവര് മനസ്സിലാക്കാൻ പറ്റണം, അല്ലാണ്ട് പൊട്ടം കളിച്ച് നിൽക്കരുത്. നമ്മളുടെ ഒരു ജീവിതം കൊണ്ട് അഥവാ നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല, കല്യാണം കഴിഞ്ഞിട്ടാണ് ഇവരുടെ സ്വഭാവം മനസ്സിലാക്കുന്നത്. ഇവര് നമ്മുടെ നേരെ ഒരു ഭാര്യ താല് കിട്ടിയ ഒരു പെണ്ണിന്റെ നേരെ കൈ പൊക്കുന്ന ഒരുത്തൻ കുറച്ചു മുമ്പ് പറഞ്ഞ പോലെ തന്നെ അവനാണല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട, അവൻ സൈക്കോ ആണെന്ന് തിരിച്ചറിഞ്ഞിട്ട് നമ്മുടെ ലൈഫ് നോക്കി പോവുക. നമ്മുടെ ലൈഫ് എങ്ങനെയെങ്കിലും നമുക്ക് പുറത്തോട്ട് അത്തരം പ്രശ്നങ്ങളിൽ നിന്ന് ചാടി വന്ന് നമ്മുടെ ലൈഫ് നമ്മുടെ ഭാഗത്ത് ജെന്യൂനിറ്റി ഉണ്ടെങ്കിൽ ദൈവം നമുക്ക് നേർവഴി കാണിച്ചു തരും. ആ നേർവഴിയിൽ നല്ലത് കൊണ്ടുത്തരും, അത് ഉറപ്പാണ്. ഇപ്പൊ ഞാൻ എന്റെ വീട്ടിൽ കണ്ട് ഡൊമസ്റ്റിക് വയലൻസ് കണ്ട് പേടിച്ച് റിയാക്ട് ചെയ്യാതിരുന്നിരുന്നെങ്കിൽ എന്റെ ലൈഫ് പോയാനെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഞാൻ ഏതെങ്കിലും ഒരു വ്യക്തി പേടിച്ച് തന്നെ നിന്നിരുന്നെങ്കിൽ പേടിച്ചെന്നാൽ എന്ത് പറ്റും, കുറച്ചു കഴിയുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റാതെ ആത്മഹത്യ ചെയ്യേണ്ടി വരും. പക്ഷെ അങ്ങനെയല്ല, എനിക്ക് ഏത് കാര്യത്തിനും ഭർത്താവെന്ന് മാത്രമല്ല ഈ പുറത്ത് നമ്മുടെ ഒരു സ്വൈര്യ ജീവിതം ഉണ്ടല്ലോ, ആ സ്വൈര്യ ജീവിതത്തിൽ തടസ്സം സൃഷ്ടിക്കാൻ മനഃപൂർവ്വം വരുന്ന ഒരാളെ നമ്മൾ വെറുതെ വിടേണ്ട ആവശ്യമില്ല. എങ്ങോട്ട് എന്തെങ്കിലും വന്ന് പ്രശ്നം ഉണ്ടാക്കി അങ്ങോട്ട് നല്ല മാന്തലും ചൊറിച്ചിലും കൊടുക്കാനുള്ളതൊക്കെ കൊടുത്തങ്ങ് വിടണം. ഭർത്താക്കന്മാരാണെങ്കിൽ കാണിക്കണമെങ്കിൽ ഭാര്യമാര് പണിയൊക്കെ കൊടുത്തിട്ട് എന്താ പറയാ സ്വന്തം ലൈഫ് നോക്കുക, തിരിച്ചു വരിക. നമ്മുടെ ലൈഫിൽ എന്തൊക്കെ ഇനി ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്യുക. ഒരുത്തന്റെ കീഴിൽ കാഴ്ചവട്ടിലാണ് ജീവിതം എന്നും പറഞ്ഞിട്ട് കൊള്ളിയില്ലാത്തവനെയാണ് അഥവാ ഭർത്താവായിട്ട് കിട്ടണമെങ്കിൽ അവനെ കടിച്ചു തൂങ്ങി അവനെ നിൽക്കേണ്ട ഒരു ആവശ്യം ലോകത്തില്ല. ഇപ്പൊ എന്റെ നാട്ടിൽ തന്നെ എത്രയോ നല്ല ചേട്ടന്മാർക്ക് എന്റെ നല്ല തോന്നുന്നു കുറെ ചേട്ടന്മാര് കല്യാണം കഴിക്കാൻ നിൽക്കുന്നത്. എന്റെ പരിചയത്തിലും കുറെ ചേട്ടന്മാര് കല്യാണം കഴിച്ചില്ല. ഒരുപാട് നല്ല നല്ല സ്വഭാവങ്ങളുള്ള, സത്യം പറഞ്ഞാൽ ഭയങ്കര നല്ല സ്വഭാവമുള്ള കുറെ ചേട്ടന്മാർക്ക് 39 വയസ്സായിട്ടും കല്യാണം കഴിക്കാത്തവരൊക്കെ ഉണ്ട് നമ്മുടെ നാട്ടില്. അവർക്കും അങ്ങനെയുള്ളവർക്കൊന്നും പെണ്ണ് കിട്ടത്തില്ല. പക്ഷെ ഇതുപോലത്തെ സൈക്കോകള് കുറച്ച് കാശും കുറച്ച് പത്രാസും പുറമേ കാണിച്ചാൽ അവന്മാരുടെ അവിടുത്തെ പോകാൻ കുറെ പെണ്ണുങ്ങളെ കൊടുക്കാൻ കുറെ വീട്ടുകാരും, അവന്മാരൊന്നും മനസ്സിലാക്കാതെ പോയി ചാടാൻ കുറെ പെണ്ണുങ്ങളും അവന്മാരൊന്നും മനസ്സിലാക്കാതെ പെൺപിള്ളേരെ പിടിച്ച് കൊടുക്കാൻ കുറെ വൃത്തിയിട്ട വീട്ടുകാർ. അതൊക്കെ ഒന്നും മനസ്സിലാക്കുക. നമ്മൾ നമ്മുടെ ലൈഫ് കൊണ്ട് കളയത് ഏറ്റവും ബാക്കിയുള്ള ബന്ധങ്ങളൊക്കെ നമുക്ക് ബ്ലഡ് റിലേഷൻ ആയിരിക്കും. പക്ഷെ ഈ ഭാര്യ ഭർത്താവ് എന്ന് പറഞ്ഞ ബന്ധം മാത്രം സ്നേഹം എന്ന് പറഞ്ഞ സാധനത്തിൽ കൂടെ അത് കണക്ഷൻ വരത്തുള്ളൂ.
ആ സ്നേഹം എന്ന് പറഞ്ഞ സാധനത്തിൽ കൂടെ രക്തബന്ധം എന്നതല്ല അവിടെ അടിസ്ഥാനം, സ്നേഹബന്ധമാണ്. ആ സ്നേഹം അവിടെ ഉണ്ടോ, ആ ബന്ധം എത്രയും ശക്തമായിട്ട് മുറുക്കെ പിടിച്ചു നിൽക്കാം. സ്നേഹം ഇല്ല, അതിന് പകരം ദ്രോഹമാണ്, അടിച്ചമർത്തലാണ് നമ്മുടെ നേരെ വരുന്നതെങ്കിൽ മനസ്സിലാക്കാൻ സ്നേഹമല്ല. ഒരു പ്രാവശ്യം നമ്മുടെ കവിള് നോക്കി ഒരു കെട്ടിയോ നമ്മളെ തല്ലിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് വേദന അറിയാതെ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് അയാളെ നമ്മൾ പിന്നെ സഹിക്കേണ്ട ആവശ്യമില്ല. അവിടെ സ്നേഹം ഇല്ല, അവിടെ ആ ബന്ധം വർക്കൗട്ട് ആവില്ല എന്ന് കരുതി നമ്മൾ തിരിച്ചു പോരാൻ ശ്രമിച്ച് തൂങ്ങിച്ചാവാനൊന്നും പോകരുത്. ഇതില് വിഭജികയുടെ കാര്യത്തിൽ എനിക്ക് ഒരു എന്താ പറയാ, ഒരിക്കലും എനിക്ക് വിഭജിനെ സപ്പോർട്ട് ചെയ്യാൻ തോന്നിയിട്ടില്ല. കാരണം കുഞ്ഞിനെ കൊന്നതുകൊണ്ട്. വിഭജിക്ക് നല്ല ജോലി, നല്ല എഡ്യൂക്കേഷൻ ഒക്കെ ഉണ്ടായിട്ട് കുഞ്ഞിന് അറ്റ്ലീസ്റ്റ് ആ ഒരു സിംഗിൾ മദറെ വളർത്തിയ ഒരു മകളാണ്. അവർക്കും അവരുടെ ലൈഫിൽ എന്തൊക്കെയൊക്കെ ചെയ്യായിരുന്നു. കുഞ്ഞിനെ കൊന്നത് വലിയ തെറ്റായിപ്പോയി. ബാക്കിയുള്ള പെൺപിള്ളേരൊക്കെ കുറെ സഹിച്ച് അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാത്ത പ്രശ്നങ്ങളൊക്കെയായിരുന്നു. നമ്മള് പഠിച്ചിട്ടുണ്ടാവല്ലോ, കുറച്ചെങ്കിലും വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ പോലും നമ്മുടെ ലൈഫിൽ നമ്മുടെ മുന്നിൽ വരുന്ന പ്രശ്നങ്ങൾ സോൾവ് ചെയ്ത് മുന്നോട്ട് പോകുന്നതാണ് യഥാർത്ഥ ജീവിത വിജയം. നമ്മൾ മനുഷ്യരാണ്, എല്ലാത്തരം പ്രശ്നങ്ങളും നമ്മളെ ബാധിക്കും. നമ്മൾ ഒരു പ്രശ്നം ഇടന്ന് ഒതുങ്ങി മാറിപ്പോയാൽ തന്നെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരും. അപ്പോ ആ പ്രശ്നങ്ങളെ നമ്മൾ എന്താ പറയാ, പ്രശ്നങ്ങളെ തകർത്ത് മുന്നോട്ട് പോകണം. അതാണ് ഒരു പെണ്ണിന്റെ പവർ. സരസ്വതി ആവേണ്ട അടുത്ത് സരസ്വതി ആയിക്കോ. നമ്മളെ സ്നേഹിക്കുന്നിടത്ത്, നമുക്ക് വിനയത്തോട് നമ്മുടെ അടുത്ത് പെരുമാറുന്നിടത്ത്, നമ്മളെ ബഹുമാനിക്കുന്നിടത്ത് നമ്മൾ സരസ്വതി പറയുന്നു. പക്ഷെ നമ്മളെ ദ്രോഹിക്കുന്നിടത്ത്, നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നിടത്ത് നമ്മൾ ദുർഗയാവണമെങ്കിൽ ദുർഗയാവണം, ഭദ്രകാളി ആവണമെങ്കിൽ ഭദ്രകാളി ആവണം. അതിനാണ് ഈ പുരാണങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് ആവശ്യകത. കൊടുക്കണം അങ്ങോട്ട്, നമുക്ക് കുറെ മുന്നിലുണ്ടല്ലോ, ഇങ്ങോട്ട് വെച്ച് കൊടുക്കണം. ഇങ്ങോട്ട് തല്ലൊക്കെ തിരിച്ച് 10 കൊടുക്കാൻ പറ്റണം. ഡൊമസ്റ്റിക് വയലൻസ് കാണിക്കാൻ ഒരു വട്ടേ അനുവദിക്കാവുള്ളൂ, രണ്ടാമത്തെ വട്ടം അനുവദിക്കാൻ അവിടെ പോയി കടിച്ചു നിൽക്കരുത്. ഈ സൈക്കോകള് കുറെ കരഞ്ഞു പോയി കാലൊക്കെ പിടിക്കുന്നതൊക്കെ സ്വാഭാവിക, പക്ഷെ അവര് ഒരിക്കലും നന്നാവില്ല. അതുകൊണ്ടത് മനസ്സിലാക്കി. ഈ സൈക്കോകളാണ്, ഡൊമസ്റ്റിക് വയലൻസുകാരാണ്. അവർക്ക് സ്ത്രീയുടെ ശരീരത്തിന്റെ സ്നേഹിച്ച് അതിന്റെ ബലം മനസ്സിലാക്കാൻ അറിയാത്തവര് ദ്രോഹിച്ച് കാണിക്കുന്നവരാണെങ്കിൽ പോരുക ഇങ്ങോട്ട്. ഭദ്രകാളിയായിട്ട് കൊടുക്കേണ്ട പണിയും കൊടുത്തിട്ട് വെറുതെ പോരരുത്, കൊടുക്കേണ്ട പണിയൊക്കെ കൊടുക്കുക. നല്ല ഒന്നാന്തരം ദുർഗയും ഭദ്രക്കാളും ഒക്കെ ആയിട്ട് ഒന്ന് ഊണ്ട് വിളയാടിയിട്ട് തിരിച്ചു വരിക, ലൈഫ് തിരിച്ചു പിടിക്കുക. അപ്പൊ ഇതുപോലത്തെ പ്രശ്നങ്ങളോട് നേരിടുന്ന ആരുടെയെങ്കിലും ഒരാളെങ്കിലും ഈ ഒരു വീഡിയോ കണ്ടതുകൊണ്ട്, ഈ വീഡിയോ ഇവിടെ ഇങ്ങനെ കിടക്കും വർഷങ്ങൾക്കും, എപ്പോഴെങ്കിലും ഒരു ഗുണം ഉണ്ടാവുകയാണെങ്കിൽ കമന്റ് ഇടുക. ആ ഒരു കമന്റിന് ഞാൻ കാത്തിരിക്കുക. ഒരാളെങ്കിലും ഈ വീഡിയോ കാരണം അവരുടെ ലൈഫിൽ നിന്ന് അവർക്ക് എന്താ പറയാ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാൻ പറ്റി, ഭദ്രക്കാളി ആവേണ്ട അടുത്ത് ഭദ്രക്കാളി ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റി എങ്കിൽ അവർ കമന്റ് ഇടുക. ഭദ്രകാളി ആവേണ്ട അടുത്ത് ഭദ്രകാളി തന്നെ ആവുക, അതിനൊന്നും മടിക്കണ്ട. സരസ്വതി ആവേണ്ട അടുത്ത് വിനയം കാണിക്കേണ്ട അടുത്ത് വിനയം കാണിക്കുക. നമ്മുടെ മാതൃകകളായിട്ട് കുറെ പേരൊക്കെ ഉണ്ടല്ലോ, നമുക്ക് മനസ്സിലാക്കാൻ നമ്മൾ എന്താണ് നമ്മുടെ ഉള്ളിലെ ശക്തി എന്ന് പറഞ്ഞൊരു സാധനത്തെ പുറത്തോണ്ട് വരിക. അത്രയൊക്കെ ഉള്ളൂ. അപ്പൊ എന്റെ ചാനല് ഇതുപോലെ ഈ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്നവർ അവർക്ക് അയച്ചു കൊടുക്കാം. അത്രേ ഉള്ളൂ. അത്ര എന്റെ ചാനലിന്റെ പേര് ഹൃദയപൂർവ്വം മനസ്സിന്. ഇന്നാണ് ഞാൻ എന്റെ ഹൃദയത്തിലുള്ള കാര്യങ്ങൾ മൊത്തം എന്താ പറയാ ഒരു നല്ല മെസ്സേജ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഹൃദയം തുറന്ന് സംസാരിച്ചിരിക്കാം. അത്തരം പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരുണ്ടാവും, അവരുടെ അടുത്തോട്ട് ഈ വീഡിയോ എത്തട്ടെ, അവർക്ക് അവരുടെ ലൈഫ് തിരിച്ച് പോസിറ്റീവാക്കി കൊണ്ടുവരാൻ ഈ വീഡിയോ പ്രയോജനപ്പെടട്ടെ. അവരുടെ അനുഭവിക്കുന്ന ഡൊമസ്റ്റിക് വയലൻസൊക്കെ അവർക്ക് തൂത്ത് വലിച്ച് പറിച്ച് ദൂരെ കളഞ്ഞ് നല്ല ഫീനിക്സ് പക്ഷിയെ പോലെ തിരിച്ച് ലൈഫിലോട്ട് വരാൻ പറ്റട്ടെ, ലൈഫ് നല്ലതാവട്ടെ. എന്നിട്ട് അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ കമന്റ് ചെയ്യട്ടെ. അതിനുവേണ്ടി ഏറ്റവും ഹൃദയം തുറന്ന് ഈ ഒരു വീഡിയോ സമർപ്പിക്കുന്നു. ഹൃദയപൂർവ്വം അനുജ. ബൈ.